ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷഡ്വിംശോധ്യായം. ഇതിൽ 20ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷഡ്വിംശോധ്യായഃ. നാരദ ഉവാച. സ ഏകദാ മഹേശ്വാസോരഥം പഞ്ചാശ്വമാശുഗം ദീപം ദ്വിചക്രമേകാക്ഷം ത്രിവേണം പഞ്ചബന്ധുരം ഏകരശ്മേകദമനം ഏകനീടം ദികൂബരം പഞ്ചപ്രഗ്രഹണം സപ്തവരൂഥം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷുധി ഏകാദശചമൂനാഥ പഞ്ചപ്രസ്ഥമഗാധുവനം. ചചാരമൃഗയാം തത്ര ദൃപ്ത ആർത്തേഷു കാർമുകഃ വിഹായ ജായാമതദർഹാം മൃഗവ്യസനലാലസഃ. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാ നിരനുഗ്രഹഃ ന്യഹനൻ നിശിതൈർബാണൈർ വനേഷു വനഗോചരാൻ തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യത്തെ. യഹ ഏവം കർമ്മനിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യത്തെ. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യഥഃ. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജൈഃ ശിലീമുഖൈഃ വിപ്ലവോ ഭൂദ്ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാംശ്ച വിവിധാൻ നിനിഘ്നൻ സമമധ്യഗാത്. തതഃ ക്ഷുത്രിപരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശ ഗതക്ലമഃ ആത്മാനമർഹയാഞ്ചക്രേ ധൂപാലേപസ്രഗാദിഭിഃ സാധ്വലം കൃതസർവാംഗോ മഹിഷ്യാമാദധേ മനഃ. തൃപ്തോ ഹൃഷ്ടസ്തു തൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ ന വ്യജഷ്ട വരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം അന്തഃപുരസ്ത്രിയോ പൃച്ഛദ്വിമനാ ഇവ വേദിഷത്. അപി വഃ കുശലം രാമാഃ സേശ്വരീണാം യഥാ പുരാ ന തഥൈതർഹി രോചന്തെ ഗൃഹേഷു ഗൃഹസമ്പദഃ. യദി ന സ്യാദ് ഗൃഹേ മാതാ പത്നീ വാ പതിദേവതാ വ്യംഗേരഥ ഇവ പ്രാജ്ഞഃ കോ നാമാസീത ദീനവത്. ക്വ വർത്തതേ സാ ലലനാ മജ്ജന്തം വ്യസനാർണവേ യാ മാമുദ്ധരതേ പ്രജ്ഞാം ദീപയന്തി പദേ പദേ. രാമ ഊചുഃ നരനാഥ ന ജാനീതസ്ത്വൽപ്രിയാ യദ്വ്യവസ്യതി ഭൂതലേ നിരവസ്താരേ ശയാനാം പശ്യ ശത്രുഹൻ. നാരദ ഉവാച. പുരഞ്ജനഃ സ്വമഹിഷീം നിരീക്ഷ്യാവധുതാം ഭുവി തത് സംഗോന്മഥിതജ്ഞാനോ വൈക്ലവ്യം പരമം യയൗ. സാന്ത്വേൻ ശക്ഷ്ണയാ വാച ഹൃദയേന വിദൂയത പ്രേയസ്യാഃ സ്നേഹസംരംഭ ലിംഗമാത്മനി നാഭ്യഗാത്. അനുനിന്യേധ ശനകേർവീരോ നയകോവിദഃ പസ്പർശപാദയുഗളമാഹ ചോത്സംഗലാളിതാം. അടുത്ത ശ്ലോകം ഇന്നലെ പറഞ്ഞു, അതൊന്നുകൂടി നമുക്ക് നോക്കാം. നൂനം ത്വകൃത പുണ്യാസ്തേ ഭൃത്യായേഷ്വീശ്വരാ ശുഭേ കൃതാഗസ്വാത്മസാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. നൂനം ത്വകൃത പുണ്യാസ്തേ ഭൃത്യായേഷീശ്വരേ യേഷ്വീശ്വരാഃ ശുഭേ കൃതാഗസ്വാത്മസാൽ കൃത്വാ ശിക്ഷാദണ്ഡം ന യുഞ്ജതേ. അല്ലയോ ശുഭയായിട്ടുള്ളവളെ, ആ യജമാനന്മാർ ആ സ്വന്തക്കാരെന്ന് കരുതിയിട്ട് ഏത് കുറ്റവാളികളിൽ യജമാനന്മാർ ആ കുറ്റവാളികളിൽ ശിക്ഷാദണ്ഡം പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭൃത്യന്മാർ അവർ ഭാഗ്യഹീനന്മാരാണ്. തീർച്ചയാണ്. എന്താ വെച്ചാൽ ശിക്ഷാദണ്ഡം അനുഭവിച്ചാലേ അവർ പാഠം പഠിക്കുകയുള്ളൂ അതിൽ നിന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലാത്തവർ ഭാഗ്യഹീനന്മാരാണെന്ന് പറയണം. തീർച്ചയാണ് പറയുകയാണ്.
ഹേ ശുഭേ അല്ലയോ ശുഭേ. ഈശ്വരാഹ യജമാനന്മാർ ആത്മസാൽകൃത്വ സ്വന്തക്കാരെന്ന് കരുതിയിട്ട് യേഷു ഏത് കൃതാഗസ്സു കുറ്റവാളികളിൽ ശിക്ഷാദണ്ഡം ശിക്ഷയെന്ന ദണ്ഡത്തെ നയുഞ്ജത്തെ പ്രയോഗിക്കുന്നില്ലയോ തേ ആ ഭൃത്യാഹ ആ ഭൃത്യാഹ തു ആ ഭൃത്യരാകട്ടെ അകൃതപുണ്യാഹ ഭാഗ്യഹീനന്മാരാണ്. ഇത് നൂനം തീർച്ചയാണ്. ഇവിടെ പറയാം ഹേ ശുഭേ അല്ലയോ ശുഭയായിട്ടുള്ളവളെ. ഈശ്വരാഹ യജമാനന്മാർ ആത്മസാൽകൃത്വ സ്വന്തക്കാരെന്നു കരുതി യേഷു ഏത് കൃതാഗസ്സു കുറ്റവാളികളിൽ ശിക്ഷാദണ്ഡം ശിക്ഷയെന്ന ദണ്ഡത്തെ നയുഞ്ജതേ പ്രയോഗിക്കുന്നില്ലയോ തേ ആ ഭൃത്യാഹ ആ ഭൃത്യന്മാര് തു അവരാകട്ടെ അകൃതപുണ്യാഹ ഭാഗ്യഹീനന്മാരാണ്. നൂനം തീർച്ച. ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ ശുഭേ ഈശ്വരാഹ ആത്മസാൽകൃത്വാ യേഷു കൃതാഗസ്സു ശിക്ഷാദണ്ഡം നയുഞ്ജതേ തേ ഭൃത്യാഹത്തു അകൃതപുണ്യാഹ നൂനം. എന്നുകൂടി പറയാം. ഹേ ശുഭേ ഈശ്വരാഹ ആത്മസാൽകൃത്വാ യേഷു കൃതാഗസ്സു ശിക്ഷാദണ്ഡം നയുഞ്ജതേ തേ ഭൃത്യാഹത്തു അകൃതപുണ്യാഹ നൂനം. അല്ലയോ ശുഭേ യജമാനന്മാർ സ്വന്തക്കാരെന്നു കരുതി ഏത് കുറ്റവാളികളിൽ ശിക്ഷയെന്ന ദണ്ഡത്തെ പ്രയോഗിക്കുന്നില്ലയോ ആ ഭൃത്യന്മാരാകട്ടെ ഭാഗ്യഹീനന്മാരാണ് എന്നത് തീർച്ചയാണ്. അല്ലയോ ശുഭേ തെറ്റ് ചെയ്ത ഭൃത്യരെ യജമാനന്മാർ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ ഭൃത്യന്മാർ പുണ്യഹീനരാണ്. അല്ലയോ സുന്ദരി യജമാനന്മാർ ശിക്ഷിക്കുക എന്നത് ഭൃത്യന്മാർക്ക് വലിയ അനുഗ്രഹമാണ്. അത്തരം ശിക്ഷ ബന്ധുലക്ഷണം ആണെന്നറിയാതെ അതിൽ അമർഷം കൊള്ളുന്നവൻ അജ്ഞനാണ്. ഇവിടെ പുരഞ്ജനൻ ആ സ്വയം ഭാര്യയുടെ ഭൃത്യഭാവം സ്വീകരിക്കുകയാണ്. ഭാര്യയുടെ ഭൃത്യഭാവം സ്വീകരിച്ചിട്ട് താൻ ചെയ്ത അപരാധത്തിൻ്റെ പത്നി ഇപ്രകാരം തന്നെ ശിക്ഷിച്ചത് ഉചിതമായെന്ന് ഭാവിക്കുന്നു. സാഹിത്യദർപ്പണം ഉള്ള ഒരു കൃതി. അതിൽ 16 വിധം നായകന്മാരെ പറയുന്നുണ്ട്. അതിൽ ഉത്തമൻ, മധ്യമൻ, അധമൻ ഇങ്ങനെ വിഭജിച്ചാൽ ആ പുരഞ്ജനൻ ഉത്തമനായിരിക്കുന്ന അനുകൂല നായകനായിട്ടാണ് ഇവിടെ കാണുന്നത്. അനുകൂല ഏകനിരതക നിരതഃ ഷഠോയമേകത്ര ബദ്ധഭാവോയഃ യേഷാം ച ത്രൈവിധ്യാദുത്തമമധ്യമാധാത്വേന ഉക്ത്വാ നായകഭേദാശ്ചത്വാരിംശത് തഥാഷ്ടൗജ. ഇതൊക്കെയാണ് സാഹിത്യ ദർപ്പണത്തിൽ ആ നായകന്മാരെ പറ്റി. ഇതിൽ ഉത്തമനായിരിക്കുന്ന ഒരു നായകനായിട്ട് ആ പുരഞ്ജനൻ സ്വന്തം ഭാര്യയുടെ ഭൃത്യഭാവം സ്വീകരിക്കുകയാണ്. എന്നിട്ട് താൻ ചെയ്ത അപരാധത്തിന് പത്നി ഇപ്രകാരം തന്നെ ശിക്ഷിച്ചത് ഉചിതം ആയെന്ന് ഭാവിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കാം. ശുഭേ സ്വാമിമാർ സ്വന്തമെന്ന് കരുതി കുറ്റം ചെയ്യുന്ന ഭൃത്യന്മാരെ ശിക്ഷിക്കാതിരിക്കുകയാണെന്നതിൽ സംശയം ഇല്ല. ഇവിടെ ഹേ ഭദ്രേ ഏതൊരു ഭൃത്യന്മാർ കുറ്റം ചെയ്തിരിക്കുന്ന സമയം അവരുടെ സ്വാമികൾ അവരെക്കുറിച്ച് ആത്മീയന്മാർ എന്ന് വിചാരിച്ച് തക്ഷണം ദണ്ഡിക്കാതിരിക്കുന്നുവോ ആ ഭൃത്യന്മാർ പുണ്യമില്ലാത്തവർ തന്നെ നിശ്ചയം. ഹേ സുന്ദരി ഭൃത്യന്മാർ അപരാധം ചെയ്യുമ്പോൾ പ്രഭു അവരിൽ ഏർപ്പെടുത്തുന്ന ദണ്ഡം അവരെക്കുറിച്ചുള്ള പരമാനുഗ്രഹം ആകുന്നു. ദണ്ഡനിമിത്തം മേലിൽ അപരാധം ചെയ്യാതിരിക്കുമല്ലോ. അതാണ് അനുഗ്രഹസ്വരൂപം. അപ്പോൾ ദണ്ഡാവസരത്തിൽ ക്രോധിക്കുന്നവനുണ്ടെങ്കിൽ അവൻ വാത്സല്യപൂർവ്വം സ്വാമി ചെയ്തതായിരിക്കുന്ന ആ ബന്ധുകൃത്യത്തിൻ്റെ വിലയറിയാതെ മൂഢനാകണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പുരഞ്ജനൻ്റെ മൂഢത്വത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 21ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അകൃതപുണ്യാഹ ഖലു പുരഞ്ജന വാച ഹേ സുഭ്രൂഹു അനയോ
ശോഭനയായിട്ടുള്ളവളെ അകൃതപുണ്യാ ഖലു തേ ഭൃത്യാ യേഷു, ആരുടെ ഭൃത്യന്മാരാണ്, യേഷു കൃതാപരാധേഷ്വപി, അപരാധം ചെയ്തിട്ട് കൂടി പ്രഭവ, അങ്ങനെയുള്ള ഖലു തേ ഭൃത്യാ യേഷു കൃതാപരാധേഷ്വപി പ്രഭവ, അവർക്ക് ശിക്ഷാപ്രയോജനം ദണ്ഡം ന പ്രയുജ്യതേ, ആ ശിക്ഷാപ്രയോജനം കൊടുക്കാത്ത, പ്രയോജനമായിരിക്കുന്ന ദണ്ഡം കൊടുക്കാത്തത് അവര് അകൃതപുണ്യന്മാരാണെന്ന് അർത്ഥം. അതായത് ഭാഗ്യഹീനന്മാരാണ്. അകൃതപുണ്യാ ഖലു തേ ഭൃത്യാ യേഷു കൃതാപരാധേഷ്വപി പ്രഭവ ശിക്ഷാപ്രയോജനം ദണ്ഡം ന പ്രയുജ്യതേ. അപ്പോൾ ദണ്ഡം കൊടുക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് തീരുന്നുള്ളതാണ്, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപരാധമായിട്ട് തീരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് മറ്റത് പരമോനുഗ്രഹോ, ആ അനുഗ്രഹം പരമോനുഗ്രഹോ ദണ്ഡഃ ഭൃത്യേഷു പ്രഭുണാർപ്പിതഃ ബാലോ ന വേദ തന്വീ ബന്ധുകൃത്യമമർഷണഃ. പരമോനുഗ്രഹോ 22ാമത്തെ ശ്ലോകം. പരമോനുഗ്രഹോ ദണ്ഡഃ ഭൃത്യേഷു പ്രഭുണാർപ്പിതം ബാലോ ന വേദ തന്വീ ബന്ധുകൃത്യമമർഷണഃ. അല്ലയോ സുന്ദരി, അപ്പോൾ യജമാനാൽ ഏൽപ്പിക്കപ്പെടുന്ന ശിക്ഷ അത് പരമമായിട്ട് വലിയ ഒരു അനുഗ്രഹമാണ്. അത് ആ ബന്ധുക്കളുടെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്, കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. കോപം മുഴുത്ത അജ്ഞൻ അതിനെ അറിയുന്നില്ല, ബന്ധുക്കളുടെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കോപം മുഴുത്ത ആ അജ്ഞൻ അതിനെ അറിയുന്നതേ ഇല്ല. ഒന്നുകൂടി പറയാം. പരമോനുഗ്രഹോ ദണ്ഡഃ, പരമമായിരിക്കുന്ന അനുഗ്രഹമാണ് ആ ഭൃത്യേഷു ആ പ്രഭുക്കള്, ആ യജമാനന്മാർ ഭൃത്യന് കൊടുക്കുന്ന ദണ്ഡം. ബാലോന വേദ തന്വി, എന്നാൽ അത് ആ ബന്ധുക്കളുടെ കടമയാണ്. ബന്ധുകൃത്യമമർഷണ, ബന്ധുക്കളുടെ കടമയാണെന്ന് ഇത് ബന്ധുക്കളുടെ കടമയായിട്ട് ആ കോപം മുഴുത്ത ബാലഹ, ആ അജ്ഞന്, കോപം മുഴുത്ത ആ അജ്ഞന് അത് അറിയുന്നതേ ഇല്ല എന്നാണ് പറയുന്നത്. തെറ്റ് ചെയ്തിരിക്കുന്ന ഭൃത്യരെ ആ യജമാനന്മാർ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ആ ഭൃത്യന്മാർ പുണ്യഹീനന്മാരാണ്. അല്ലയോ സുന്ദരി, യജമാനന്മാർ ശിക്ഷിക്കുക എന്നത് ഭൃത്യന്മാർക്ക് വലിയ അനുഗ്രഹമാണ്. അത്തരം ശിക്ഷ ബന്ധുലക്ഷണം ആണെന്നത് അറിയാതെ അതിൽ അമർഷം കൊള്ളുന്നവൻ അജ്ഞനാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഹേ തന്വി, അല്ലയോ സുന്ദരി, പ്രഭുണ യജമാനാൽ ഭൃത്യേഷു ഭൃത്യരിൽ അർപ്പിതഃ ഏൽപ്പിക്കപ്പെടുന്ന ദണ്ഡഃ ശിക്ഷ പരമഃ അവർക്ക് വലിയ അനുഗ്രഹമാണ്. തത് അത് ബന്ധുകൃത്യം ബന്ധുക്കളുടെ കടമയാണെന്ന് അമർഷണഃ കോപം മുഴുത്ത ബാലഃ അജ്ഞൻ ന വേദ അറിയുന്നതേ ഇല്ല. ഒന്നുകൂടി പറയാം. ഹേ തന്വി, അല്ലയോ സുന്ദരി, പ്രഭുണ യജമാനാൽ ഭൃത്യേഷു ഭൃത്യരിൽ അർപ്പിതഃ ഏൽപ്പിക്കപ്പെടുന്ന ദണ്ഡഃ ശിക്ഷ പരമഃ അവർക്ക് വലിയ അനുഗ്രഹമാണ്. തത് അത് ആ ബന്ധുകൃത്യം ബന്ധുക്കളുടെ കടമയാണെന്ന് അമർഷണഃ കോപം മുഴുത്ത ബാലന്മാർ അജ്ഞന്മാർ ന വേദ അറിയുന്നതേയില്ല. അപ്പോൾ ഇതിൻ്റെ അന്വയം ഹേ തന്വി പ്രഭുണ ഭൃത്യേഷു അർപ്പിതഃ ദണ്ഡഃ പരമഃ അനുഗ്രഹഃ തൽ ബന്ധുകൃത്യം അമർഷണഃ ബാലഃ ന വേദ. എന്നുകൂടി പറയാം. ഹേ തന്വി പ്രഭുണ ഭൃത്യേഷു അർപ്പിതഃ ദണ്ഡം പരമഃ അനുഗ്രഹഃ തൽ ബന്ധുകൃത്യം അമർഷണഃ ബാലാ ന വേദ. അല്ലയോ സുന്ദരി, യജമാനനാൽ ആ ഭൃത്യരിൽ ഏൽപ്പിക്കപ്പെടുന്ന ആ ശിക്ഷ പരമമായിരിക്കുന്ന അവർക്ക് വലിയ അനുഗ്രഹമാണ്. അത് ആ ബന്ധുക്കളുടെ കടമയാണെന്ന് കോപം മുഴുത്ത അജ്ഞനായിരിക്കുന്ന ആ ബാലന് അറിയുന്നതേയില്ല. ഇവിടെ ഒന്നുകൂടി പറയാം. ശുഭേ, ആ സ്വാമിമാർ സ്വന്തമെന്ന് കരുതി കുറ്റം ചെയ്യുന്ന ഭൃത്യന്മാരെ ശിക്ഷിക്കാതിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല. യജമാനൻ ഭൃത്യനിൽ സ്നേഹപൂർവ്വം ചെയ്യുന്ന ശിക്ഷ വലിയ ഒരു അനുഗ്രഹമാണ്. കോപിച്ച അജ്ഞൻ ബന്ധുക്കൾ ചെയ്യേണ്ട അനുഗ്രഹമാണ് ശിക്ഷയെന്ന് അറിയുന്നില്ല.
ഭൃത്യന്മാർ അപരാധം ചെയ്യുമ്പോൾ പ്രഭു അവരിൽ ഏർപ്പെടുത്തുന്ന ആ ദണ്ഡം അവരെക്കുറിച്ചുള്ള പരമാനുഗ്രഹമാണ്. ആ ദണ്ഡം നിമിത്തം മേലിൽ അപരാധം ചെയ്യാതിരിക്കുമല്ലോ, അതാണ് ആ അനുഗ്രഹത്തിൻ്റെ സ്വരൂപം. അപ്പോൾ ദണ്ഡാവസരത്തിൽ ക്രോധിക്കുന്നവനുണ്ടെങ്കിൽ അവൻ വാത്സല്യപൂർവ്വം സ്വാമി ചെയ്തതായിരിക്കുന്ന ആ ബന്ധുകൃത്യത്തിൻ്റെ വിലയറിയാത്ത മൂഢനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വ്യാഖ്യാനത്തിൽ ഭൃത്യേഷു കൃതോ ദണ്ഡ, ഭൃത്യന്മാരിൽ ചെയ്യുന്ന ദണ്ഡം പരമോനുഗ്രഹ, പരമമായ അനുഗ്രഹമായിട്ട് വരുന്നു. ഭൃത്യേഷു കൃതോ ദണ്ഡ പരമോനുഗ്രഹ, ഭൃത്യന്മാരിൽ ചെയ്യുന്ന ദണ്ഡം അത് അവർക്ക് അനുഗ്രഹമായിട്ട് തീരണു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകം. 23-ാമത്തെ ശ്ലോകത്തിൽ അപ്പോൾ ഇവിടെ ആ പുരഞ്ജനൻ സ്വയം ഭാര്യയുടെ ഭൃത്യഭാവം സ്വീകരിച്ചിട്ട് താൻ ചെയ്ത അപരാധത്തിന് പത്നി ഇപ്രകാരം തന്നെ ശിക്ഷിച്ചത് ഉചിതമാണെന്ന ഭാവത്തിൽ ഇരിക്കുകയാണ്. സാത്വം മുഖം സുദതി ശുഭ്ര അനുരാഗഭാര വ്രീഡാവിളംബ വിലസത് ഹസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതമുന്നസം സ്വാനാം പ്രദർശയ മനസ്വിനി വൽഗുവാക്യം. സാത്വം മുഖം സുദതി ശുഭ്രനുരാഗഭാര വ്രീഡാവലംബ വിലസത് ഹസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതമുന്നസം സ്വാനാം പ്രദർശയ മനസ്വിനി വദ്ഗുവാക്യം. അപ്പോൾ സുദതി അല്ലയോ നല്ല ദന്തനിരകൾ ഉള്ളവളെ, ശുഭ്രു എന്ന് പറയുന്ന നല്ല പുരികക്കൊടികൾ ഉള്ളവളെ, നല്ല മനസ്സാന്നിധ്യമുള്ളവളെ, ആ ഭവതി എങ്ങനെയുള്ളവളാ? അനുരാഗഭാര വ്രീഡാവിളംബ വിലസൽ ഹസിത അവലോകം. അനുരാഗഭാരത്താലും ലജ്ജയാലും കുനിച്ചതും വികസിക്കുന്ന പുഞ്ചിരിയോട് ചേർന്ന കടാക്ഷ വീക്ഷണങ്ങളോട് കൂടിയതും, പിന്നെ നീലാളകാളിഭിഹി കുറുനിരകളാൽ അലങ്കൃതവും ഉപസ്കൃതം ഉന്നസ ഉയർന്ന നാസികയുള്ളതും വദ്ഗുവാക്യം മൃദുവായിട്ട് സംഭാഷണം ചെയ്യുന്നവളുമായ ആ മുഖത്തെ, അങ്ങനെയുള്ള ആ മുഖത്തെ സ്വാനാം സ്വന്തക്കാരനായ നമുക്ക് നല്ലവണ്ണം കാണിച്ചു തരൂ. നമുക്ക് അവിടുത്തെ മുഖത്തെ, ആ ഭാര്യയുടെ മുഖത്തെ ഒന്ന് നമുക്ക് കാണിച്ചു തരൂ എന്നുള്ളതാണ് ആ പുരഞ്ജനൻ അതിൽ കൂടെ പറയണത്. സാത്വം മുഖം സുദതി, ആ നിന്റെ മുഖം ഒന്ന് എനിക്ക് കാണിച്ചു. സുദതി നല്ല പല്ലുകളുള്ളതും ദന്തനിരകളുള്ളതും, ശുഭ്രു നല്ല പുരികക്കൊടിയുള്ളതും, പിന്നെ മനസ്വിനി നല്ല മനസ്സാന്നിധ്യമുള്ളവളും, സാത്വം ആ ഭവതി എങ്ങനെയുള്ളവളാ? അനുരാഗ ഭാര വ്രീഡാവിളംബ വിലസൽ ഹസിത അവലോകം. ഭാരത്താലും ലജ്ജയാലും കുനിച്ചതും വികസിക്കുന്ന പുഞ്ചിരിയോട് ചേർന്ന കടാക്ഷ വീക്ഷണത്തോടു കൂടിയതും, നീലാളകാളിഭിഹി ആ നീലക്കുറുനിരകളാൽ ഉപസ്കൃതം അലങ്കൃതവും, ഉന്നസം ഉയർന്ന നാസികയുള്ളതും, വദ്ഗുവാക്യം മൃദുവായിട്ട് സംഭാഷണം ചെയ്യുന്നതുമായിരിക്കുന്ന മുഖം, ആ മുഖത്തെ സ്വാനാം സ്വന്തക്കാരനായിരിക്കുന്ന നമുക്ക് പ്രദർശിയ നല്ലവണ്ണം കാണിച്ചു തരൂ എന്നുള്ള പറയുകയാണ്. ഒന്നുകൂടി പറയാത്ത പദങ്ങളെ, ഹേ സുദതി നല്ല ദന്തനിരകളും, ശുഭ്രു നല്ല പുരികക്കൊടിയും, മനസ്വിനി നല്ല മനസ്സാന്നിധ്യമുള്ളവളെ, സാത്വം ആ ഭവതി അനുരാഗഭാര വ്രീഡാ വിളംബ വിലസൽ ഹസിത അവലോകം. അനുരാഗഭാരത്താലും വ്രീഡ ലജ്ജയാലും, വിളംബ കുനിച്ചതും, വിലസൽ വികസിക്കുന്ന, ഹസിത പുഞ്ചിരിയോട് ചേർന്ന, അവലോകം ആ കടാക്ഷ വീക്ഷണത്തോട് കൂടിയതും, നീലാളകാളിഭി നീലക്കുറുനിരകളാൽ ഉപസ്കൃതം അലങ്കൃതവും ആയിരിക്കുന്ന, ഉന്നസം ഉയർന്ന നാസികയുള്ളതും, വദ്ഗുവാക്യം മൃദുവായിട്ട് സംഭാഷണം ചെയ്യുന്നതുമായിരിക്കുന്ന മുഖം, ആ മുഖത്തെ സ്വാനാം സ്വന്തക്കാരനായിരിക്കുന്ന സ്വാനാം നമുക്ക് പ്രദർശയ നല്ലവണ്ണം കാണിച്ചു തരൂ. ഇത്ത അന്വയം വന്നിട്ട്, ഹേ സുദതി ശുഭ്രു മനസ്വിനി സാത്വം അനുരാഗഭാര വ്രീഡാവിളംബ വിലസൽ ഹസിതാവലോകം നീലാളകാളിഭിഹി ഉപസ്കൃതം ഉന്നസം വദ്ഗുവാക്യം മുഖം സ്വാനാം പ്രദർശയ. എന്നുകൂടി പറയാം. ഹേ സുദതി ശുഭ്രു മനസ്വിനി സാത്വം
അനുരാഗ ഭാര വ്രീഡാ വിളംബ വിലസൽ ഹസിത അവലോകം നീലാളകാളിഭിः ഉപസ്കൃതം ഉന്നസം വദ്ഗുവാക്യം മുഖം സ്വാനാം നഹ പ്രദർശയ. നല്ല ദന്തനിരകളും പുരികക്കൊടിയും നല്ല മനസ്സാന്നിധ്യവുമുള്ള ആ ഭവതി അനുരാഗഭാരത്താലും ലജ്ജയാലും കുരിച്ചതും വികസിക്കുന്ന പുഞ്ചിരിയോട് ചേർന്ന കടാക്ഷവീക്ഷണത്തോടു കൂടിയതും നീലക്കുറുനിരകളാൽ അലങ്കൃതവും ഉയർന്ന നാസികയുള്ളതും മൃദുവായ സംഭാഷണം ചെയ്യുന്നതുമായിരിക്കുന്ന മുഖത്തെ സ്വന്തക്കാരനായിരിക്കുന്ന നമുക്ക് നല്ലവണ്ണം കാണിച്ചു തരൂ. അല്ലയോ മനോഹര ദന്തങ്ങളും പുരികക്കൊടികളുമുള്ള മനസ്വിനിയായവളെ, ഭവതിയുടെ മുഖമൊന്ന് നേരെ കാണിക്കൂ. ആ മുഖം അനുരാഗമേതുവായുള്ള ലജ്ജയിൽ നിന്നും ഉടലെടുത്ത മന്ദഹാസം കൊണ്ടും കടക്കൺ പാർപ്പുകൊണ്ടും സുന്ദരമാണ്. നീലങ്ങളായിരിക്കുന്ന അളകച്ചാർത്തുകളാൽ ചുറ്റപ്പെട്ടതും ഉന്നതമായ നാസികയോട് കൂടിയതും അതീവ കമനീയവും മധുരഭാഷണം ചെയ്യുന്നതും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഭ്രു സുദതി മനസ്വിനി, മനോഹരങ്ങളായിരിക്കുന്ന പുഴികങ്ങളും ദന്തങ്ങളും ചേർന്നവളും ധീരയും ആയവളെ, നീ അനുരാഗത്താലുള്ള ലജ്ജയാൽ മന്ദമധുരമായിരിക്കുന്ന പുഞ്ചിരി ചേർന്നതും ഉന്നത നാസികയാൽ അലങ്കൃതവും മനോഹര വാക്കുകളാൽ ഒഴുക്കുന്നതുമായിരിക്കുന്ന മുഖം സ്വന്തമായ എനിക്ക് കാട്ടിത്തരിക. അപ്പോൾ നിൻ്റെ ആ സൗന്ദര്യാതിശയം നിമിത്തം ഞാൻ നിനക്ക് അധീനനായ ഭൃത്യനാകുന്നു എന്ന് കാണിക്കുകയാണ്. എൻ്റെ ആ അപരാധമാണ് നിനക്ക് കോപം കാരണം എങ്കിൽ എന്നെ ശിക്ഷിക്കുക. ഈ വിധം നീ നിലത്ത് കിടന്ന് എന്നെ കഠിനമായിട്ട് ക്ലേശിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് ആ കാമുക ചേഷ്ടാവിവരണം കഥയ്ക്ക് ഭംഗി കാട്ടുവാനും വിഷയികളുടെ കുൽസിത വ്യാപാരങ്ങളെ വിശദമാക്കുവാനും വിധം വർണ്ണിച്ചതാകുന്നു. അപ്പോൾ ഹേ സുന്ദരി, ഹേ സുഭ്രു, ഹേ മനസ്വിനി, സൗഭാഗ്യത്താൽ എന്നെ ദാസനാക്കിയിരിക്കുന്ന ആ നിൻ്റെ സൗന്ദര്യാസ്പദമായിരിക്കുന്ന മുഖം ഉയർത്തി കാട്ടിത്തരിക. അതല്ലാതെ എന്നെ ആനന്ദിപ്പിക്കുന്ന വസ്തു മറ്റൊന്നുമില്ല. എന്നിലുള്ള ആ അനുരാഗത്തിൻ്റെയും സ്ത്രീ സഹജമായിരിക്കുന്ന ലജ്ജയുടെയും ഭാരത്താൽ മന്ദമായിട്ട് പ്രസരിക്കുന്ന ആ പുഞ്ചിരിയും കടാക്ഷവും പുറപ്പെടുന്ന ആ മുഖം എത്ര ആനന്ദകരം. നീല നിറമുള്ള ആ കുറുനിലകൾ ആകുന്ന ആ വണ്ടുകളാൽ അലങ്കരിക്കപ്പെട്ടതായിരിക്കുന്ന ആ കോമള മുഖം താമരപുഷ്പത്തിനെ നിസ്സാരമാക്കുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന മനോഹര വാക്യത്തെ കേൾപ്പിക്കുവാൻ കാലതാമസം വരുത്തുന്നവനായിരിക്കുന്ന നിന്റെ ധൈര്യം എന്നെ ഏറ്റവും ക്ലേശിപ്പിക്കുന്നതാകയാൽ അതിനെ വിട്ടുകളയുക. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. ഹേ സുദതി, അല്ലയോ നല്ല ദന്തനിരകൾ ഉള്ളവളെ, വദ്ഗുവാക്യം ആ മൃദുവായിരിക്കുന്ന വാക്യം കൊണ്ടും ഹാസ്യാവലോകയുധം ആ പുഞ്ചിരി കൊണ്ടും ആ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ടും ത്വന്മുഖം മാം ദർശയ, അവിടുത്തെ മുഖത്തെ എന്നെ കാണിച്ചു തരണം എന്ന് പറയുന്നു. അപ്പോൾ ഹേ സുദതി, അല്ലയോ നല്ല ദന്തനിരകളോട് കൂടിയിരിക്കുന്നവളെ, വദ്ഗുവാക്യം നല്ല മൃദുഭാഷണം ചെയ്യുന്നവളും ഹാസ്യാവലോകയുധം ആ പുഞ്ചിരിയോടും കടാക്ഷവീക്ഷണങ്ങളോടും കൂടിയിട്ട് ത്വന്മുഖം നിന്റെ മുഖത്തെ മാം ദർശയ എന്നെ കാണിച്ചു തരൂ. ഹേ സുദതി, വദ്ഗുവാക്യം ഹാസ്യാവലോകയുധം ത്വന്മുഖം മാം ദർശയ എന്നുള്ളതാണ് അത് ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 24-ാമത്തെ ശ്ലോകം. ഇതോടുകൂടിയിട്ട് 24-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി യോന്യത്ര ഭൂസുരകുലാത് കൃതകിൽബിഷസ്ത്വം പശ്യേ ന വീതഭയമുന്മുദിതം ത്രിലോക്യാമന്യത്ര വൈ മുരരിപോരിതരത്ര ദാസാത്. തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി യോന്യത്ര ഭൂസുരകുലാത് കൃതകിൽബിഷസ്തം പശ്യേന വീതഭയമുന്മുദിതം ത്രിലോക്യാമന്യത്ര വൈ മുരരിപോരിതരത്ര ദാസാത്. അല്ലയോ വീരനായവൻ്റെ പത്നി എന്നാണ്. തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി, ആ ഭവതിക്ക് ആ അപരാധം ചെയ്തവൻ, കൃതകിൽബിഷഃ, ആ ഭവതിക്ക് ആ അപരാധം ചെയ്തവൻ ആരോ അവർ
ബ്രാഹ്മണരിൽ നിന്ന് അന്യനാണോ, ഭഗവാന്റെ ഭക്തനോ അല്ലാതെ മറ്റാരായാലും ഞാൻ കഠിന ശിക്ഷ ഏർപ്പെടുത്തും. ബ്രാഹ്മണരോ ഭഗവാന്റെ ഭക്തന്മാരോ അല്ലാത്തവരാണ് നിന്നെ ദ്രോഹിച്ചതെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ കഠിനമായിട്ടുള്ള ശിക്ഷ ഏർപ്പെടുത്തും. ഭയം കൂടാതെ ഏറെ സന്തോഷിക്കുന്നവനായിട്ട് ഉള്ള അവനെ 3 ലോകത്തിനുള്ളിലും അതിന് പുറത്തും ഞാൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. തസ്മിൻ ദധേ ദമമഹം തവ വീരപത്നി യോന്യത്ര ഭൂസുരകുലാത് കിതകിൽബിഷസ്തം പശ്യേന, അങ്ങനെയുള്ളവരെ കാണുന്നില്ല. പശ്യേന വീതഭയമുദിതം ത്രിലോക്യ. അങ്ങനെ നടക്കുന്ന ഭയം കൂടാതെ സന്തോഷിക്കുന്നവനായിട്ടുള്ള ആളെ ഇവിടെ എവിടെയും ഈ 3 ലോകത്തിലും കാണുന്നില്ല. വീതഭയമുന്നുദിതം ത്രിലോക്യാമന്യത്രവൈ മുരരിപോരിതരത്രദാസ. 3 ലോകത്തിലും അന്യത്രവൈ, അതിന് പുറത്തും, 3 ലോകത്തിലും അതിന് പുറത്തും ന പശ്യേ, ഞാൻ കാണുന്നില്ല എന്നുള്ള പറയുന്നത്. അടുത്ത പദങ്ങൾ നോക്കാം. ഹേ വീരപത്നി, അല്ലയോ വീരനായവൻ്റെ പത്നി. ഹേ വീരപത്നി, അല്ലയോ വീരനായവൻ്റെ പത്നി. തവ, ഭവതിക്ക്, കൃതകിൽബിഷ, അപരാധം ചെയ്തവൻ, യഹ, ആരോ, അവൻ, ഭൂസുരകുലാത് അന്യത്ര, ബ്രാഹ്മണരിൽ നിന്ന് അന്യനോ, മുരരിപോഹോ ദാസാത്, ഭഗവാന്റെ ഭക്തനോ അല്ലാതെ, ഇതരത്ര, മറ്റാരായാലും, തസ്മിൻ, അഹം, ഞാൻ, മറ്റാരായാലും, തസ്മിൻ, അഹം, ഞാൻ, ദമം, ആ കഠിന ശിക്ഷ, ദധേ, ഏർപ്പെടുത്തും, വീതഭയം, ഭയം കൂടാതെ, ഉന്മുദിതം, ഏറെ സന്തോഷിക്കുന്നവനായിട്ട്, തം, ഉള്ള അവനെ, ത്രിലോക്യ, 3 ലോകത്തിനുള്ളിലും, അന്യത്രവൈ, അങ്ങനെയുള്ള ഒരാളെ അതിന് പുറത്തും, ന പശ്യേ, ഞാൻ കാണുന്നില്ല എന്നാണ്. ഒന്നുകൂടി പറയാം. ഹേ വീരപത്നി, അല്ലയോ വീരനായവൻ്റെ പത്നി. തവ, ഭവതിക്ക്, കൃതകിൽബിഷ, അപരാധം ചെയ്തവൻ, യഹ, ആരോ, അവൻ, ഭൂസുരകുലാത് അന്യത്ര, ബ്രാഹ്മണരിൽ നിന്ന് അന്യനോ, മുരരിപോഹ ദാസാത്, ഭഗവാന്റെ ഭക്തനോ അല്ലാതെ, ഇതരത്ര, മറ്റാരായാലും, തസ്മിൻ, അഹം, ഞാൻ, ദമം, കഠിന ശിക്ഷ, ദധേ, ഏർപ്പെടുത്തും, വീതഭയം, ഭയം കൂടാതെ, ഉന്മുദിതം, ഏറെ സന്തോഷിക്കുന്നവനായിട്ട്, തം, അവനെ, ത്രിലോക്യ, 3 ലോകത്തിനുള്ളിലും, അന്യത്രവൈ, അതിന് പുറത്തും, ന പശ്യേ, ഞാൻ കാണുന്നില്ല. അല്ലയോ വീരനായിരിക്കുന്ന എൻ്റെ പത്നിയായവളെ. അപ്പം ഇതിൻ്റെ അന്വയം വന്നിട്ട് പറയാം. ഹേ വീരപത്നി, തവ കൃതകിൽബിഷ, യഹ ഭൂസുരകുലാത് അന്യത്ര, മുരരിപോഹോ ദാസാത്, ഇതരത്ര, തസ്മിൻ, അഹം, ദമം, ദധേ, വീതഭയം, ഉന്മുദിതം, തം, ത്രിലോക്യാം, അന്യത്ര വൈ, ന പശ്യേ. എന്നുകൂടി പറയാം. ഹേ വീരപത്നി, തവ കൃതകിൽബിഷ, യഹ അന്യത്ര, യഹ ഭൂസുരകുലാത് അന്യത്ര, മുരരിപോഹ ദാസാത്, ഇതരത്ര, തസ്മിൻ, അഹം, ദമം, ദധേ, വീതഭയം, ഉന്മുദിതം, തം, ത്രിലോക്യാം, അന്യത്ര വൈ, ന പശ്യേ. അല്ലയോ വീരനായവൻ്റെ പത്നി, ഭവതിക്ക്, അപരാധം ചെയ്തവൻ, ആരോ, അവൻ, ബ്രാഹ്മണരിൽ നിന്ന് അന്യനോ, ഭഗവാന്റെ ഭക്തനോ അല്ലാതെ മറ്റാരായാലും, ഞാൻ അവർക്ക് കഠിന ശിക്ഷ ഏർപ്പെടുത്തും. ഭയം കൂടാതെ ഏറെ സന്തോഷിക്കുന്നവനായിട്ടുള്ള അവനെ 3 ലോകത്തിനുള്ളിലും അതിന് പുറത്തും ഞാൻ എവിടെയും കാണുന്നില്ല. അല്ലയോ വീരനായിരിക്കുന്ന എൻ്റെ പത്നിയായവളെ, ഭവതിയോട് അപരാധം ചെയ്തവൻ ബ്രാഹ്മണനോ ഭഗവത് ഭക്തനോ അല്ലെങ്കിൽ മറ്റാരായാലും നാം ശിക്ഷിക്കും. അവൻ ഭയന്ന് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്, ത്രൈലോക്യത്തിലും അതിന് പുറത്തു പോലും അവൻ ഭയഹീനനായിട്ട് വസിക്കുകയില്ല എന്നതാണ് ഇവിടെ പറഞ്ഞത്. മുരരിപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരാസുരനെ നിഗ്രഹിച്ചവൻ മഹാവിഷ്ണു. മുരാസുരന്മാർ 1-ലധികം ഉണ്ട്. അവരെയെല്ലാം നിഗ്രഹിച്ചത് മഹാവിഷ്ണു തന്നെ. വാമന പുരാണത്തിൽ ഇവിടെ സംഗ്രഹിക്കാം. കശ്യപ പ്രജാപതിക്ക്
ദക്ഷപുത്രിയായിരിക്കുന്ന ധനുവിലുണ്ടായിരിക്കുന്ന അസുരനാണ് മുരൻ. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ ക്ഷയിക്കുന്നത് കണ്ട് ആ മുരൻ ബ്രഹ്മാവിനെ ധ്യാനിച്ച് തപസ് ചെയ്തു. താൻ യുദ്ധസമയത്ത് ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ ദേവനാണെങ്കിലും മരിക്കണമെന്ന് വരം വാങ്ങി. യം യം കരതലേനാഹം സ്പൃശേയം സമരേ വിഭോ സംസ്പൃഷ്ടസ്ത്വമരോപി മ്രിയേദജ. കൈകൊണ്ട് തൊട്ടാൽ മരിക്കണം. മ്രിയേദജ വാമനപുരാണത്തിൽ പറയുന്നുണ്ട്. നേരെ ഇന്ദ്രൻ്റെ സമീപത്ത് നിന്നു. ഇന്ദ്രൻ ഓടിയൊളിച്ചു. അങ്ങനെ മുരൻ മറ്റസുരന്മാരോടൊത്ത് അമരാവതിയിൽ സുഖമായി വസിച്ചു. ഒരിക്കൽ മുരൻ സരയൂ തീരത്ത് കൂടി സഞ്ചരിക്കവേ അവിടെ യാഗം ദീക്ഷിച്ചിരുന്ന രഘു ചക്രവർത്തിയെ കണ്ടെത്തി യുദ്ധത്തിന് ആഹ്വാനം നൽകി. ഈ മനുഷ്യരോട് യുദ്ധം ചെയ്യുന്നത് മുരന് പോരായുകയാണെന്നും കഴിയുമെങ്കിൽ അന്തകനെ ആണ് കൊല്ലേണ്ടതെന്നും ആ വസിഷ്ഠൻ ഉപദേശിച്ചു. മുരൻ വരുന്നതറിഞ്ഞ ആ അന്തകൻ വൈകുണ്ഠത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു. ഇവിടേക്ക് അയച്ചാൽ നാം നോക്കിക്കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. സ ചാഹ ഗച്ഛ മാമദ്യ പ്രേഷയസ്വ മഹാസുരം. വാമനപുരാണത്തിൽ പറയുന്നുണ്ട്. മുരൻ അന്തകപുരിയിലെത്തി അന്യരെ വധിക്കുന്നത് അവസാനിപ്പിക്കണം, അല്ലാത്ത പക്ഷം അന്തകൻ്റെ ശിരച്ഛേദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. തന്നേക്കാൾ ഉപരിയായിട്ട് ഒരാളുണ്ടെന്ന് യമൻ മറുപടി പറഞ്ഞു. അതാര് എന്ന് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു എന്ന് പറഞ്ഞു. ഉടനെ മുരൻ ആ വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ യുദ്ധത്തിന് വിളിച്ചു. ഭഗവാനുമായിട്ട് ഇടഞ്ഞു. ചക്രം പ്രയോഗിച്ച് മുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. മറ്റൊരു മുരാസുരനെ വിഷ്ണു ഭഗവാൻ വധിച്ച ചരിത്രം പത്മപുരാണം ഉത്തരഖണ്ഡം 38-ാമത്തെ അധ്യായത്തിലുണ്ട്. നരകാസുരൻ്റെ ദുർഗപാലകന്മാരിൽ ഒരുവനായിരിക്കുന്ന മുരകാസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ച കഥ ഭാഗവതം ദശമസ്കന്ധം 59-ാമത്തെ അധ്യായത്തിൽ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മുരരീപോ അവിടെ പ്രയോഗിക്കാനുള്ള കാര്യം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് വീരപത്നി ബ്രഹ്മകുലത്തെയും ഭക്തരെയും ബ്രഹ്മകുലത്തെയും ഭക്തന്മാരെയും ഒഴിച്ച് ഭവതിക്ക് ആർ അപരാധം ചെയ്തിട്ടുണ്ടോ അവൻ ആരായാലും ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അവന് ത്രൈലോക്യത്തിൻ്റെ അകത്തോ പുറത്തോ എവിടെയായാലും നിർഭയനായും സന്തുഷ്ടനായും കാണാൻ ഇടവരികയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഹേ വീരപത്നി, വീരനായിരിക്കുന്ന എൻ്റെ ഭാര്യയായിരിക്കുന്ന നീ ഈ വിധം ദുഃഖിക്കുന്നത് ഉചിതമല്ല. ഏതെങ്കിലും ഒരുവൻ നിനക്ക് പ്രിയം ചെയ്തതാണ് ദുഃഖകാരണമെങ്കിൽ അവനെ പറയുക, അവനിൽ ഞാൻ ദണ്ഡം ഏൽപ്പിക്കാം. എനിക്ക് അപരാധം ചെയ്ത ഒരുവൻ ബ്രാഹ്മണകുലത്തിലും ശ്രീഹരിദാസനിലും ഉൾപ്പെട്ടവനല്ലാത്ത പക്ഷം അവൻ ആ ഭയരഹിതനോ സന്തുഷ്ടനോ ആയിരിക്കാൻ അവകാശമില്ല. അത്ര ധീരനായിരിക്കുന്ന ഒരുവനെ ഞാൻ 3 ലോകത്തിനുള്ളിലും കാണുന്നില്ല എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്നിട്ട് നമുക്ക് നോക്കാം. ഹേ ഭാര്യേ, അല്ലയോ ഭാര്യേ, യേ തവ കൃതാപരാധസ്തേഷു കൃതാപധാരസ്തേഷു ബ്രാഹ്മണര് ഭക്താഭ്യാമന്യത്ര ദണ്ഡം കരോമി. അങ്ങനെ ഉള്ളവരെ കൃതാപധാരേഷു, അങ്ങനെയുള്ളവരെ ബ്രാഹ്മണരോ ഭക്താഭ്യാമന്യത്ര ഭക്തന്മാരോ ആയിട്ടുള്ള അന്യരായിട്ടുള്ളവർക്ക് ഞാൻ ദണ്ഡം കരോമി, ഞാൻ അവരെ ദണ്ഡിക്കും. തീർച്ചയായിട്ട് പറയണം. ഹേ ഭാര്യേ, ഏ തവ കൃതാപരാധാസ്തേഷു, ആരാണോ നിന്നിൽ ആ അപരാധം ചെയ്തിട്ടുള്ള അവരെ ബ്രാഹ്മണരോ ഹരിദാസ ഭക്തന്മാരോ അല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെ ദണ്ഡം കരോമി. അതാണ് കൃതാപധാരാസ്തേഷു ബ്രാഹ്മണാ ഹരിഭക്താഭ്യാം അന്യത്ര, ബ്രാഹ്മണാ ഹരിഭക്താഭ്യാം അന്യത്ര ദണ്ഡം കരോമി, അങ്ങനെയുള്ളവരെ ഞാൻ ദണ്ഡിക്കും. ഹേ ഭാര്യേ, ഏ തവ കൃതാപരാധാസ്തേഷു ബ്രാഹ്മണഹരിഭക്താഭ്യാം അന്യത്ര ദണ്ഡം കരോമി. അതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അവസാനം
25-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. വക്ത്രം നതേ വിതിലക മലിനം വിഹർഷം സംരംഭമീമവിവൃഷ്ട അഭേദരാഗം പശ്യേ സ്തനാവപി ശുചോപഹതൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. 25-ാമത്തെ ശ്ലോകം. വക്ത്രം നതേ വിതിലകം. വക്ത്രം നതേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമം അവിമൃഷ്ടമപേതരാഗം പശ്യേ സ്തനാവപി ശുചോപഹതൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. ഭവതിയുടെ ആ മുഖം വക്ത്രം മലിനമായിട്ടും മ്ലാനമായിട്ടും കോപം കൊണ്ട് ഉഗ്രമായിട്ടും അതുപോലെ ശോഭയറ്റ് അനുരാഗഹീനമായും അതുപോലെ നെറ്റിപ്പൊട്ട് കൂടാതെയും ഞാൻ കണ്ടിട്ടില്ല. ഭംഗിയിൽ വളർന്ന ആ സ്തനങ്ങൾ ആ കണ്ണീരിൽ കുതിർന്ന ഉലഞ്ഞതായിട്ടും കണ്ടിട്ടില്ല. തൊണ്ടിപ്പഴത്തിനൊത്ത ആ ഭവതിയുടെ ചുണ്ട് കുങ്കുമച്ചാറിൻ്റെ ശോഭയെ വിട്ടുപിരിഞ്ഞതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ആ പുരഞ്ജനൻ പറയുകയാണ്, തേ ഭവതിയുടെ വക്ത്രം, ഭവതിയുടെ മുഖം മലിനമായിട്ടോ മ്ലാനമായിട്ടോ കോപം കൊണ്ട് ഉഗ്രമായിട്ടോ ശോഭയില്ലാതെയായിട്ടോ അനുരാഗഹീനമായിട്ടോ നെറ്റിപ്പൊട്ട് തൊട്ട് കൂടാതെയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ ഭംഗിയിൽ വളർന്ന ആ സ്ഥലങ്ങളിൽ കണ്ണീര് കുതിർന്നതായിട്ട് കണ്ടിട്ടില്ല. ആ ചെന്തൊണ്ടിപ്പഴത്തിനൊത്ത ആ ഭവതിയുടെ ചുണ്ട് ആ കുങ്കുമച്ചാറിൻ്റെ ശോഭയെ വിട്ടുപിരിഞ്ഞതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. വക്ത്രം നതേ വിതിലകം മലിനം വിഹർഷം സംരംഭ ഭീമം അവിമൃഷ്ടം അപേതരാഗം പശ്യേ സ്തനാവപി ശുചോപഹതൗ സുജാതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം. തേ ഭവതിയുടെ വക്ത്രം മുഖം മലിനമായും വിഹർഷം മ്ലാനമായും സംരംഭഭീമം കോപം കൊണ്ട് ഉഗ്രമായും സംരംഭഭീമം കോപം കൊണ്ട് ഉഗ്രമായും അവിമൃഷ്ടം ശോഭയറ്റ് അപേതരാഗം അനുരാഗഹീനമായിട്ടും വിതിലകം നെറ്റിയിൽ നെറ്റിപ്പൊട്ട് കൂടാതെയും ന പശ്യേ ഞാൻ കണ്ടിട്ടില്ല. സുജാതൗ ഭംഗിയിൽ വളർന്ന സ്തനൗ അപി ആ സ്തനങ്ങൾ ശുച കണ്ണീരാൽ ഉപഹതൗ കുതിർന്ന് ഉലഞ്ഞതായും കണ്ടിട്ടില്ല. ബിംബാധരം തൊണ്ടിപ്പഴത്തിനൊത്ത ഭവതിയുടെ ചുണ്ട് വിഗത കുങ്കുമ പങ്കരാഗം കുങ്കുമച്ചാറിൻ്റെ ശോഭയെ വിട്ടുപിരിഞ്ഞതായും ന പശ്യേ ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി നോക്കാത്ത പദങ്ങൾ. തേ ഭവതിയുടെ വക്ത്രം മുഖം മലിനമായും വിഹർഷം മ്ലാനമായും സംരംഭഭീമം കോപം കൊണ്ട് ഉഗ്രമായും അവിമൃഷ്ടം ശോഭയറ്റ് അഭേദരാഗം അനുരാഗഹീനമായിട്ടും വിതിലകം നെറ്റിയിൽ പൊട്ടുകൂടാതെയും ന പശ്യേ ഞാൻ കണ്ടിട്ടില്ല. സുജാതൗ ഭംഗിയിൽ വളർന്ന സ്തനൗ അപി ആ സ്തനങ്ങൾ ശുച കണ്ണീരിൽ ഉപഹതൗ കണ്ണീരിൽ കുതിർന്ന ആ ഉലഞ്ഞതായിട്ടും കണ്ടിട്ടില്ല. ബിംബാധരം തൊണ്ടിപ്പഴത്തിനൊത്ത ഭവതിയുടെ ചുണ്ട് വിഗത കുങ്കുമ പങ്കരാഗം കുങ്കുമച്ചാറിൻ്റെ ശോഭയെ വിട്ടുപിരിഞ്ഞതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ തേ വക്ത്രം മലിനം വിഹർഷം സംരംഭഭീമം അവിമൃഷ്ടം അപേതരാഗം വിതിലകം ന പശ്യേ. സുജാതൗ സ്തനൗ അപി ശുചഃ ഉപഹതഃ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം ന പശ്യേ. അപ്പോൾ ഒന്നുകൂടി പറയാം. തേ വക്ത്രം മലിനം വിഹർഷം സംരംഭഭീമം അവിമൃഷ്ടം അപേതരാഗം വിതിലകം ന പശ്യേ. സുജാതൗ സ്തനൗ അപി ശുച ഉപഹതൗ ബിംബാധരം വിഗത കുങ്കുമ പങ്കരാഗം ന പശ്യേ. ഭവതി ആ പൊട്ട് തൊട്ടിട്ടില്ല. മുഖം മലിനമാണ്, മ്ലാനമാണ്, കോപത്താൽ ശോഭാരഹിതവും രാഗഹീനവുമായിട്ട് ഭവതിയുടെ മുഖം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. മനോഹരങ്ങളായിരിക്കുന്ന സ്തനങ്ങൾ കണ്ണീരാൽ നനഞ്ഞിരിക്കുന്നു. തൊണ്ടിപ്പഴം പോലെ അഴകാർന്ന ചുണ്ടുകൾ കുങ്കുമം പോലെ ചുകപ്പാർന്നതല്ലാതെയും ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നിൻ്റെ മുഖം
പൊട്ടുതൊടാതെയും മലിനമായും അസന്തുഷ്ടമായും കോപാവേശത്താൽ ഭയങ്കരമായും ശോഭാശൂന്യമായും സ്നേഹഹീനമായും ഞാൻ കണ്ടിട്ടില്ല. സുന്ദരസ്തനങ്ങളെ ശോകാശ്രുക്കളാൽ പീഡിതങ്ങളായും ബിംബ ഫലതുല്യമായിരിക്കുന്ന അധരത്തെ കുങ്കുമതുല്യമായ താമ്പൂലവർണ്ണത്തോട് കൂടാത്തതായും കണ്ടിട്ടില്ല. ഹേ പ്രിയേ, എന്താണ് ഉദാസീനം ആയിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ ഉദാസീനയായിരിക്കുന്നത്? വേഗത്തിൽ മറുപടി പറയുക. എനിക്ക് അസഹ്യമായിട്ടുള്ള ഖേദം നിന്നെ കാണുമ്പോൾ ഉണ്ടാകുന്നു. ഇതിനു മുമ്പൊരിക്കലും നിന്റെ സ്വരൂപം ഈ തരത്തിലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ നിന്റെ മുഖത്തിന് അലങ്കാരമായിരിക്കുന്ന തിലകം കാണുന്നില്ല. സന്തോഷഹീനവും കോപത്താൽ ഭയങ്കരവുമായിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആ സ്ഫുരണമോ തന്നിമിത്തമുള്ള ശോഭയോ മുഖത്തിൽ കാണുന്നില്ല. മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. എൻ്റെ മനസ്സിനെ ഹരിക്കുന്ന നിന്റെ സ്തനങ്ങൾ കണ്ണീരിനാൽ നനഞ്ഞിരിക്കുന്നതായിട്ടോ തൊണ്ടിപ്പഴം പോലെ ആ സ്വതേ തുടുത്തിരിക്കുന്ന നിന്റെ അധരം താമ്പൂലചർവണം നിമിത്തം കുങ്കുമം തേച്ചതുപോലെ ഉള്ള ആ ചുവപ്പോട് കൂടാത്തതായിട്ടോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ വരാനെന്തു കാരണം? പറയുക. എന്നെ ഈ വിധം ഖേദിപ്പിക്കരുത് എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തത്ര കൃതാവതാരസ്തേഷു ബ്രാഹ്മണാ ഹരിഭക്താഭ്യാം അന്യത്ര ദണ്ഡം കരോമി എന്ന് പറഞ്ഞതിന് ശേഷം ഇതഹ, ഇതിനു മുമ്പ് പൂർവം, മുമ്പ് ത്വന്മുഖം, നിന്റെ മുഖം, മയാ ഞാൻ, വിതിലകം പൊട്ടുതൊടാതെ, ദൃഷ്ടം പൊട്ടുതൊടാതെ ഞാൻ കണ്ടിട്ടില്ല. ഇതാനീം ഏവൈവം ഇതാനീമേവൈവം കുതോ ജാതം. ഇപ്രകാരം ഉണ്ടാവാൻ എന്താണ് കാരണം? ഇങ്ങനെ കാണാൻ എന്താണ് കാരണം ചോദിക്കാം. ഇതഹ പൂർവം ത്വന്മുഖം മയാ വിതിലകം ന ദൃഷ്ടം. പൊട്ടുതൊടാതെ കണ്ടുള്ള മുഖം, നിന്റെ മുഖം മുമ്പ് കണ്ടിട്ടില്ല. ഇതാനീം ഏവൈവം, ഇപ്രകാരം കുതോ ജാതം, എങ്ങനെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്? ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം. ഇതിൻ്റെ വ്യാഖ്യാനം അത്രേ പറഞ്ഞിതഹ പൂർവം ത്വന്മുഖം മയാ വിതിലകം ന ദൃഷ്ടം ഇതാനീമേവൈവം കുതോ ജാതം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ 25-ാമത്തെ. അപ്പോൾ 26-ാമത്തെയും അവസാനത്തെയുമായ ആ അധ്യായത്തിലത്തെ ശ്ലോകം നോക്കാം. തന്മേ പ്രസീദ സുഹൃദ കൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്തമുഷതി ന ഭജേത കൃത്യേ. ഒന്നും കൂടി ചെല്ലാം. തന്മേ പ്രസീദ സുഹൃദ കൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്തമുഷതി ന ഭജേത കൃത്യേ. അപ്പോൾ അതുകൊണ്ട് തോന്നിയ പോലെ ആ നായാട്ടിന് പോയവനും അങ്ങനെ ആ തെറ്റുകാരനും അതിൽ വ്യസനിക്കുന്നവനും ആ സുഹൃത്തുമായിരിക്കുന്ന എൻ്റെ പേരിൽ പ്രസാദിക്കൂ, എൻ്റെ പേരിൽ പ്രസാദിക്കാൻ. എന്നിട്ട് ആ കാമദേവൻ്റെ പുഷ്പബാണങ്ങളുടെ ശക്തിയാൽ ക്ഷയിച്ചു പോയിരിക്കുന്ന ആ പൗരുഷത്തോടു കൂടിയവനായിട്ടും സ്വാധീനത്തിൽ വന്നവനും ആയിരിക്കുന്ന ആ ക്രീഡാലോലനെ ഏത് കാമിനിയാണ് ആ കാര്യത്തിൽ സ്വീകരിക്കാതിരിക്കുക ഉള്ളതാണ് ഇതിലത്തെ ചോദ്യം. തന്മേ പ്രസീദ സുഹൃദ കൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാദേവരം വശഗതം കുസുമാസ്ത്രവേഗ വിസ്രസ്തപൗംസ്തമുഷതി ന ഭജേത കൃത്യേ. ശ്രദ്ധിക്കണം. വിസ്രസ്തപൗംസ്നമുഷതി ന ഭജേത കൃത്യേ. അതിലത്തെ പദങ്ങളെ തത് അതിനാൽ, സ്വൈരം തോന്നിയ പോലെ, മൃഗയാം നായാട്ടിന് ഗതസ്യ പോയവനും, കൃതകിൽബിഷസ്യ അങ്ങനെ തെറ്റുകാരനും, വ്യസനാതുരസ്യ അതിൽ വ്യസനിക്കുന്നവനും,
സുഹൃദ സുഹൃത്തുമായിരിക്കുന്ന മേ എൻ്റെ പേരിൽ പ്രസീത നീ പ്രസാദിക്കൂ. കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്നം കാമദേവൻ്റെ പുഷ്പബാണങ്ങളുടെ ശക്തി കൊണ്ട് ക്ഷയിച്ചു പോയിരിക്കുന്ന പൗരുഷത്തോടു കൂടിയവനും എന്നുള്ളതാണ് കൂടിയവനായും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ്റെ പുഷ്പബാണങ്ങളുടെ ശക്തിയാൽ ക്ഷയിച്ചു പോയ പൗരുഷത്തോടു കൂടിയവനായും വശഗതം സ്വാധീനത്തിൽ വന്നവനും ആയിരിക്കുന്ന ദേവരാഗം ആ ക്രീഡാലോലനെ കാ ഉശതി ഏത് കാമിനിയാണ് കൃത്യേ കാര്യത്തിൽ ന ഭജേത സ്വീകരിക്കാതിരിക്കുക. അതാണ് പദങ്ങൾ. ഒന്നുകൂടി പറയാം. തത് അതിനാൽ സ്വൈരം തോന്നിയ പോലെ മൃഗയാം നായാട്ടിന് ഗതസ്യ പോയവനും കൃതകിൽബിഷസ്യ അങ്ങിനെ തെറ്റുകാരനും വ്യസനാതുരസ്യ അതിൽ വ്യസനിക്കുന്നവനും സുഹൃദ സുഹൃത്തും ആയിരിക്കുന്ന മേ എൻ്റെ പേരിൽ പ്രസീത നീ പ്രസാദിക്കൂ. കുസുമാസ്ത്ര വേഗവിസ്രസ്ത പൗംസ്നം കാമദേവൻ്റെ പുഷ്പബാണങ്ങളുടെ ശക്തിയാൽ ക്ഷയിച്ചു പോയ പൗരുഷത്തോടു കൂടിയവനായിട്ടും വശഗതം സ്വാധീനത്തിൽ വന്നവനായും ആയ ദേവരാഗം ആ ക്രീഡാലോലനെ കാ ഉശതി ഏത് കാമിനിയാണ് കൃത്യേ കാര്യത്തിൽ ന ഭജേത സ്വീകരിക്കാതിരിക്കുക. പദത്തെ അന്വയം വന്നിട്ട് തത് സ്വൈരം മൃഗയാം ഗതസ്യ കൃതകിൽബിഷസ്യ വ്യസനാതുരസ്യ സുഹൃദ മേ പ്രസീത എന്നിൽ പ്രസാദിക്കുന്ന. കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്നം വശഗതം ദേവരാഗം കാ ഉശതി കൃത്യേ ന ഭജേത എന്നാണ് ചോദിച്ചത്. ഒന്നുകൂടി പറയാം. തൽ സ്വൈരം മൃഗയാം ഗതസ്യ കൃതകിൽബിഷസ്യ വ്യസനാതുരസ്യ സുഹൃദ മേ പ്രസീത. കുസുമാസ്ത്രവേഗ വിസ്രസ്ത പൗംസ്നം വശഗതം ദേവരാഗം കാ ഉശതി കൃത്യേ ന ഭജേത. അതായത് അതിനാൽ ആ തോന്നിയതുപോലെ ആ നായാട്ടിന് പോയവനും അങ്ങനെ ആ തെറ്റുകാരനും അതിൽ വ്യസനിക്കുന്നവനും സുഹൃത്തുമായിരിക്കുന്ന എന്നിൽ പ്രസാദിക്കൂ. കാമദേവൻ്റെ പുഷ്പബാണങ്ങളുടെ ശക്തിയാൽ ക്ഷയിച്ചു പോയിരിക്കുന്ന പൗരുഷത്തോടു കൂടിയവനായും സ്വാധീനത്തിൽ വന്നവനുമായിരിക്കുന്ന ക്രീഡാലോലനെ ഏത് കാമിനിയാണ് ആ കാര്യത്തിൽ സ്വീകരിക്കാതിരിക്കുക. അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ തന്നെ തെറ്റുകാരൻ. ഒറ്റയ്ക്ക് വേട്ടയാടാൻ പോയത് അപരാധം തന്നെ. അത് പുറത്ത് എന്നിൽ സൗഹൃദം ഹേതുവായിട്ട് പ്രസാദിക്കണമേ. ഞാൻ ഭവതിക്ക് വശംവദനാണ്, കാമപൂർത്തി വരുത്തുവാൻ പ്രാപ്തനാണ്. കാമബാണങ്ങളാൽ പീഡിതനായിട്ട് പൗരുഷം നശിച്ച എന്നെ മനോഹരിയായിരിക്കുന്ന ഏതൊരുവളാണ് സ്വീകരിക്കാതിരിക്കുക. ദേവരൻ എന്ന ഭർത്താവിൻ്റെ അനുജനെയാണ് സാധാരണ അർത്ഥം പറയാറ്. യാസ്കതിയുക്തപ്രകാരം ദേവരോ ദിവ്യതി കർമ്മ ദേവതേ ദിവ്യതീതി ദേവരം എന്നാണ് വ്യാഖ്യാനം. ക്രീഡിക്കുന്നവൻ എന്നർത്ഥം ആണ് ദേവരൻ എന്നുള്ളതിന്. ക്രീഡിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ ആ രതിക്രീഡ, അതിനാൽ ഭർത്താവ് ദേവോ ദേവനം ക്രീഡാ താം രാതി ദദാതീതി ദേവരഹ. ശ്രീധരാചാര്യർ പറയുന്നു, ദേവോ ദേവനം ക്രീഡാ താം രാതി ദദാതീതി ദേവരഹ. ശ്രീധരാചാര്യോട് അടുത്ത അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ ആ പുരഞ്ജരനെ പറ്റി പശ്ചാത്താപപൂർവ്വം സ്വീകരിച്ചു എന്ന് സൂചിപ്പിക്കുകയാൽ അവൾ കലഹാന്തരിത എന്ന ഇനത്തിൽപ്പെട്ട നായിക വിശേഷം. ചാടുകാരമപി പ്രാണനാഥം രോഷാദപാസ്യ യാ പശ്ചാത്താപം അവാപ്നോതി കലഹാന്തരിത സാ. സാഹിത്യദർപ്പണം ആ ലക്ഷണപ്രകാരം കലഹാന്തരിത എന്നുള്ള ഇനത്തിൽപ്പെട്ട നായികയായിട്ട് പറയുന്നു. സ്ത്രീ പുംസാഭ്യാം നൻസ്നഞ്ഞൗ ഭവനാത്. സ്ത്രീ പുംസാഭ്യാം നൻസ്നഞ്ഞൗ ഭവനാത്.
പും ശബ്ദത്തിൽ നിന്ന് പരമമായിട്ട് സ്നൻ, പൗംസ്നം ഉള്ള പദം, അതാണ് പൗംസ്നം. പുരഞ്ജനൻ നായാട്ട് നടത്തി മൃഗങ്ങളെ എയ്തു. എന്നാൽ ആ കാമദേവൻ പുരഞ്ജനനെയും അമ്പെയ്തു വിവശനാക്കി. നായാട്ട് നടത്തിയിട്ട് പുരഞ്ജനൻ തന്നെ ആ കാമാസ്ത്രത്താൽ സ്വയം പീഡിതനാവുകയാണ് ഉണ്ടായത്. ഇതൊരു കാവ്യചമൽക്കാരാണ്. താൻ എയ്ത അമ്പ് പ്രാകാരാന്തരേണ തന്നിൽ തന്നെ വന്ന് പതിച്ചു. കുസുമാസ്ത്രം പതിച്ചാലത്ത് പീഡയുടെ കാഠിന്യം പുരഞ്ജനൻ അനുഭവിക്കുന്നു. താൻ പ്രയോഗിച്ച നിശിത ബാണങ്ങൾ മൃഗങ്ങളിൽ എത്രത്തോളം വേദന സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ പുരഞ്ജനൻ ചിന്തിച്ചിരിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിനാൽ നിന്റെ സുഹൃത്തും യഥേഷ്ടം നായാട്ടിന് പോയി അപരാധം ചെയ്തവനാണെങ്കിലും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നവനുമായിരിക്കുന്ന എൻ്റെ നേരെ നീ പ്രസാദിക്കുക. കാമിക്കുന്ന ഏതൊരു സ്ത്രീയാണ് കാമ ആവേശത്താൽ പൗരുഷമെല്ലാം നഷ്ടപ്പെട്ട് തനിക്ക് അടിമയായിത്തീർന്ന കാന്തയെ നിഗൂഢതയിൽ ഭജിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പ്രിയേ, നിന്റെ മൗനത്താൽ ഞാൻ തന്നെയാണ് അപരാധം ചെയ്തതെന്ന് ഇപ്പോൾ ധരിച്ചു. എൻ്റെ അപരാധം എന്തിനാണെന്ന് മനസ്സിലായി. നിന്നോട് കൂടാതെ ഞാൻ താനേ തന്നെ സ്വതന്ത്രനായിട്ട് വേട്ടയ്ക്ക് പോയതാണ് നിന്റെ കോപത്തിൻ്റെ കാരണം. അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ സ്വതേ എനിക്കുള്ള ഈ വാസനയ്ക്ക് ഞാൻ അധീനനായതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. നിന്നിൽ എപ്പോഴും അത്യന്തം സ്നേഹയുക്തനായിരിക്കുന്ന എൻ്റെ ഈ അപരാധത്തെ ക്ഷമിച്ച എന്നിൽ പ്രസാദിക്കുക. നന്മതപാണത്താൽ പൗരുഷം നശിച്ച പ്രേയസിക്ക് അധീനനായിരിക്കുന്നതുമായിരിക്കുന്ന രതിപ്രദനായിരിക്കുന്ന കാന്തൻ സമീപത്ത് വന്നിരിക്കെ ഏകാന്തത്തിൽ സൂചിത കൃത്യത്തിന് ആയി ഒരുങ്ങാത്ത മനോഹരിയായിരിക്കുന്ന കാന്ത ഏതൊരുവളെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഉണ്ടെങ്കിൽ അവൾ രസജ്ഞയല്ല. അതിനാൽ ഇപ്പോൾ പ്രസാദിക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം വരുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വരുന്നത് തസ്മാൽ കൃതാവതാരസ്യ ത്വാമദൃഷ്ടാമൃഗയാം ഗതസ്യ മേ പ്രസീദ. ആ അപരാധം ചെയ്തിട്ടുള്ള ആ എന്നിൽ, തസ്മാൽ കൃതാപരാധസ്യ, ആ അപരാധം ചെയ്തിട്ടുള്ള ത്വാം അദൃഷ്ടാ മൃഗയ ചെയ്തിട്ട് നിന്നോട് പറയാതെ ആ നായാട്ടിന് പോയ എന്നിൽ നീ പ്രസാദിക്കുക. അഹോ സ്ത്രീവശഗതം, സ്ത്രീയുടെ വശഗതനായിരിക്കുന്ന ത്യക്തധൈര്യം, ആ ധൈര്യം ഒക്കെ ത്യജിച്ച പുരുഷനായിരിക്കുന്ന ആ കാമുകൻ. ത്യക്തധൈര്യം പുരുഷം കാമുക സ്ത്രീ കർത്തും യോഗ്യേഥ കാ ന ഭജേത. അങ്ങനെയുള്ള കാമുകനെ ഏതു സ്ത്രീയാണ് ഭജിക്കാതിരിക്കുക? യോഗ്യേഥ, യോഗ്യയായിരിക്കുന്ന ഏത് സ്ത്രീയാണ് അങ്ങനെയുള്ള കാമുകനെ ഭജിക്കാതിരിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അഹോ സ്ത്രീവശഗതം ത്യക്തധൈര്യം പുരുഷം കാമുക സ്ത്രീ കർത്തും യോഗ്യേഥ കാ ന ഭജേ എന്നാണ്. തസ്മാത് കൃതാപരാധസ്യ കൃതാപരാധസ്യ ത്വാമപൃഷ്ട്വാ മൃഗയാം ഗതസ്യ മേ പ്രസീദ. അപ്പോൾ ആ അപരാധം ചെയ്തിട്ടുള്ള, നിന്നോട് പറയാതെ നായാട്ടിന് പോയിട്ടുള്ള എന്നിൽ നീ പ്രസാദിക്കാൻ. തസ്മാൽ കൃതാപരാധസ്യ ത്വാമപൃഷ്ട, നിന്നോട് പറയാതെ ത്വാമപൃഷ്ട മൃഗയാ, നായാട്ടിൻ്റെ ഗതസ്യ പോയിട്ടുള്ള മേ എന്നിൽ നീ പ്രസാദിക്കണം. അഹോ അല്ലയോ സ്ത്രീവശഗതം, സ്ത്രീവശഗതനും ത്യക്തധൈര്യം, ആ ധൈര്യത്തെ ത്യജിച്ചവനും ആ പുരുഷനും കാമുകനും ആയിരിക്കുന്ന സ്ത്രീ കർത്തും, സ്ത്രീയിൽ കാമുകൻ ആയിരിക്കുന്നവരും ആയിട്ടുള്ള യോഗ്യയായിരിക്കുന്ന സ്ത്രീ കാന ഭജേ, ആ കാമുകനിൽ സ്ത്രീ കർത്തും യോഗ്യയായിരിക്കുന്ന സ്ത്രീ, അങ്ങനെയുള്ള കാമുകനെ ആരെയാണ് വിചാരിക്കാതിരിക്കുക എന്നതാണ്. അഹോ സ്ത്രീവശഗതം ത്യക്തധൈര്യം പുരുഷം കാമുക സ്ത്രീ കർത്തും യോഗ്യേഥ കാ ന ഭജേത്. ഇങ്ങനെയുള്ള കാമുകനെ ആരാണ്, ഏത് കാമുകിയാണ്
മനസ്സിൽ ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. ഇങ്ങനെ ഇവിടെ ശ്രീ ഭാഗവതത്തിലത്തെ 26-ാമത്തെ ചതുർത്ഥ സ്കന്ധത്തിലെ 26-ാമത്തെ പുരഞ്ജനോപാഖ്യാനത്തിലത്തെ 26-ാമത്തെ അധ്യായം 26 ശ്ലോകങ്ങളിൽ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ സംഗ്രഹം, പിന്നെ അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സമർപ്പണം ഒക്കെ വരുന്നു. ഹരേ കൃഷ്ണ.